സിവിൽ സർവീസ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ഒരേ ഒരു സ്ട്രാറ്റജി മാത്രമേ ആവശ്യമുള്ളൂ. അത് സിവിൽ സർവീസ് എക്സാം മാത്രമല്ല, ഏത് എക്സാം ക്രാക്ക് ചെയ്യാനും ഒറ്റ സ്ട്രാറ്റജി മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. മെയിൻസ് എക്സാം എന്ന് പറയുമ്പോൾ ഇവിടെ ഡിമാൻഡ് കുറച്ചൊരു വ്യത്യാസമായി. ഇവിടെ ആക്ച്വലി നമ്മൾ പഠിക്കുക, റിവൈസ് ചെയ്യുക എന്നതിലുപരിയായിട്ട് ഇവിടെ നമുക്കൊരു അനാലിസിസ് പവർ വേണം. ഇപ്പോൾ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ UPSC ആക്ച്വലി നോക്കുന്നത് എന്താ, നിങ്ങൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, നിങ്ങൾക്കുള്ള അറിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്, ഇത് മാത്രമാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ക്രാക്കിംഗ് UPSC CSE ഇൻ ഫസ്റ്റ് അറ്റംപ്റ്റ്, ദ ഓൺലി സ്ട്രാറ്റജി ദാറ്റ് യു നീഡ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും ഇതെന്തോ എളുപ്പത്തിലുള്ള പരിപാടിയാണെന്നുള്ളത്. ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ UPSC സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷ അത്ര എളുപ്പത്തിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല എന്നുള്ളതാണ്. അതിന് ഇടേണ്ടതായിട്ടുള്ള ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു എഫേർട്ട് ഇട്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുക എളുപ്പമാണ്. ഈ ഒരു എഫേർട്ട് ഇല്ലാതെ എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. ഈ ഒരു സെഷനിൽ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ, പല ആൾക്കാരും ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു വാക്കിന്റെ മേലെ അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യാൻ എന്ത് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്തത് എന്നതിന്റെ മേലെ അന്വേഷിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി സിവിൽ സർവീസ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ഒരേ ഒരു സ്ട്രാറ്റജി മാത്രമേ ആവശ്യമുള്ളൂ. അത് സിവിൽ സർവീസ് എക്സാം മാത്രമല്ല, ഏത് എക്സാം ക്രാക്ക് ചെയ്യാനും ഒറ്റ സ്ട്രാറ്റജി മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം UPSC സിവിൽ സർവീസ് എക്സാമിന്റെ ഒരു ഓവർവ്യൂ നോക്കും. അതിനുശേഷം എങ്ങനെ ഈ ഒരു പരീക്ഷയെ വിജയിക്കാം എന്നുള്ളത് നോക്കും. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, UPSC സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത് നമുക്ക് 3 ഫേസുകളായിട്ടാണ് നടക്കുന്നത്, അല്ലെങ്കിൽ 3 സ്റ്റേജുകളുണ്ട് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൽ ആദ്യത്തേതിനെ നമ്മൾ എല്ലാവരും പറയും പ്രിലിംസ് എക്സാം എന്ന് പറയും. പ്രിലിംസ് ഒരു എലിമിനേഷൻ സ്റ്റേജ് ആണെന്ന് പറയും. അപ്പോൾ പ്രിലിംസിൽ തന്നെ 2 പരീക്ഷകളുണ്ട്. രാവിലെ ജനറൽ സ്റ്റഡീസിന്റെ പേപ്പർ ഉണ്ടാവും, ജനറൽ സ്റ്റഡീസ് ഉണ്ടാവും. അതേ സമയത്ത് ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ CSAT ഉണ്ടാവും. ഓക്കെ, അതേ സമയത്ത് അടുത്ത് പ്രിലിംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻസ് എക്സാം വരും. ഈ ഒരു മെയിൻസ് എക്സാമിലാണെങ്കിൽ ജനറൽ സ്റ്റഡീസിന്റെ 4 പേപ്പർ ഉണ്ട്, 1 to 4 ഉണ്ട്. അത് കഴിഞ്ഞാൽ ഒരു എസ്സേ ഉണ്ട്, എസ്സേ ഉണ്ടാവും ആദ്യം. അതിനുശേഷം മാൻഡേറ്ററി പേപ്പേഴ്സ് ഉണ്ട്, ഇംഗ്ലീഷും മലയാളവും മാൻഡേറ്ററി പേപ്പേഴ്സ് ഉണ്ട്, കൂടാതെ ഓപ്ഷണൽ ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ എന്ന് വിളിക്കുന്ന സംഭവം. ഇന്റർവ്യൂ കൂടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടാവും. അപ്പൊ സിവിൽ സർവീസ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആകെ ചെയ്യേണ്ടത് UPSC സിവിൽ സർവീസ് എക്സാമിന്റെ ഈ 3 സ്റ്റേജും നമ്മൾ കടന്നു പോവുക എന്നുള്ളതാണ്. നല്ലൊരു മാർജിനോട് കടന്നു പോവുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ടോപ്പിലുണ്ടാവും റാങ്ക് ലിസ്റ്റിൽ. മാർക്കുകൾ കുറവാണെങ്കിൽ നമ്മൾ പിറകിലുണ്ടാവും. അപ്പൊ സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യാൻ ഈ 3 സ്റ്റേജിനും വേണ്ടിയിട്ട് നമ്മൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ട് UPSCക്ക് നല്ലൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയുണ്ട്. അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു സിലബസ് നന്നായിട്ട് പഠിക്കുക. ആ സിലബസ് പഠിച്ചിട്ട് നമ്മൾ പ്രിലിംസും മെയിൻസും പേഴ്സണാലിറ്റി ടെസ്റ്റും ഒക്കെ പാസ്സാവുക. അതിനുശേഷം സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യുക. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, പിന്നെ എന്താണ് ഈ ഒരു സ്ട്രാറ്റജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്നത്, അതായത് നമ്മൾ പഠിക്കാൻ തുടങ്ങിയത് മുതൽ എങ്ങനെയാണ് എക്സാം എഴുതുന്ന അല്ലെങ്കിൽ എക്സാം എഴുതി പുറത്തു വരുന്നത് വരെ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് ആക്ച്വലി സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്. അപ്പൊ ആ ഒരു സ്ട്രാറ്റജി എന്താണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നോക്കാം, പ്രിലിംസിന്റെ കാര്യം നോക്കാം. കാരണം പ്രിലിംസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു എലിമിനേഷൻ സ്റ്റേജ് ആണ്. ഇതിൽ തന്നെ 2 എക്സാമുകൾ ഉണ്ട്. ഓൾറെഡി പറഞ്ഞ പോലെ ജനറൽ സ്റ്റഡീസ് ഉണ്ട്, ഉച്ചക്ക് CSAT ഉണ്ട്. ഇപ്പൊ ജനറൽ സ്റ്റഡീസിൽ നമുക്കറിയാം 100 ചോദ്യങ്ങളുണ്ടാവും. ഒരു ചോദ്യത്തിന് 2 മാർക്കാണ്, അങ്ങനെ 200 മാർക്ക് ഉണ്ട്. അതിൽ നമുക്ക് കട്ട് ഓഫിന് മേലെ മാർക്ക് വേണമെങ്കിൽ. CSAT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 ചോദ്യങ്ങളാണ്, 2.5 മാർക്കാണ് ഒരു ചോദ്യത്തിന്. ഇതും 200 മാർക്കിന്റെയാണ്. ഇത് ക്വാളിഫയിങ് പേപ്പർ ആണ്, നമ്മൾ ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. അപ്പൊ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കാരണം UPSCയുടെ പ്രിലിംസിന് വേണ്ട കണ്ടന്റുകൾ, അതായത് UPSCയുടെ സിലബസ് പ്രകാരമുള്ള പ്രിലിംസിന് വേണ്ട കണ്ടന്റുകൾ അല്ലെങ്കിൽ സിലബസ് പ്രകാരമുള്ള കണ്ടന്റുകൾ നമ്മൾ നന്നായിട്ട് പഠിക്കണം, നമ്മൾ നന്നായിട്ട് സ്റ്റഡി ചെയ്യണം. അതിനുശേഷം നമ്മൾ അത് നമ്മുടെ മെമ്മറിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് റിവൈസ് ചെയ്യണം, നമ്മൾ നന്നായിട്ട് ഓർത്ത് വയ്ക്കേണ്ടതായിട്ട്.
ഈ പഠിച്ച് ഓർത്തു വെച്ചാൽ മാത്രം മതിയോ? പോരാ. പ്രിലിംസിന് വരുന്ന ചോദ്യങ്ങളെ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ചോദ്യങ്ങളിലെ ഉത്തരം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല പ്രാക്ടീസ് വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് UPSC സിവിൽ സർവീസ് എക്സാമിന്റെ പ്രിലിമിനറി എക്സാം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് പ്രകാരം നന്നായിട്ട് പഠിക്കുക. സിലബസ് പ്രകാരം പഠിച്ച കാര്യങ്ങളെ നന്നായിട്ട് റിവൈസ് ചെയ്യുക. നമ്മുടെ ഓർമ്മയിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമത്തെ കാര്യം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇത്തരം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് കൃത്യമായിട്ട് ചെയ്തു പോവുകയാണ്, ഓരോ ദിവസവും ചെയ്തു പോവുകയാണെങ്കിൽ പ്രിലിംസ് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ബാലികേല മലയൊന്നുമല്ല. അതായത് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതല്ലാതെ നിങ്ങൾ ഒരു കാര്യവും ചെയ്യേണ്ടതില്ല. അപ്പൊ ഇതില് പഠിക്കുക എന്നുള്ളത് കൊണ്ട് ദിവസവും പഠിക്കേണ്ടതായിട്ടുണ്ട്. റിവൈസ് ചെയ്യുക എന്നുള്ളത് അത് നമ്മുടെ ഓർമ്മയിൽ തന്നെ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് റിവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ചോദ്യങ്ങളെ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഓരോ ദിവസവും പഠിക്കുന്ന ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പല ആൾക്കാർക്കും മിസ്സാവുന്ന ഒരു സംഭവം ഇവിടെയാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യത്തില്ല, നമ്മൾ പഠിക്കുകയുള്ളൂ, റിവൈസും ചെയ്യും, പക്ഷെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. കാരണം പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് പ്രാക്ടീസ്. നിങ്ങൾ എത്രമാത്രം ചോദ്യങ്ങളെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രിലിംസ് എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നുള്ളത്. മിനിമം നിങ്ങൾ ഒരു ടെസ്റ്റ് സീരീസിനെ അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപേ മിനിമം നിങ്ങൾ ടോട്ടൽ ഒരു 4000-ഓളം MCQs എങ്കിലും നിങ്ങൾ പഠിക്കുന്ന സമയത്തെങ്കിലും ക്ലിയർ ചെയ്തിട്ടുണ്ടാവണം. കാരണം നിങ്ങൾ ടെസ്റ്റ് സീരീസിൽ പോയിട്ടല്ല പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ടെസ്റ്റ് സീരീസിന് മുന്നേ തന്നെ നിങ്ങൾ പഠിച്ച് ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും അത്തരം ചോദ്യങ്ങളെ അറ്റൻഡ് ചെയ്യാനും അപ്രോച്ച് ചെയ്യാനും പകുതിയുള്ള ഇൻഫർമേഷനിൽ നിന്ന് ഉത്തരം കണ്ടെത്താനുള്ള ഒരു എബിലിറ്റി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 4000 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ പ്രിലിംസിന്റെ ടെസ്റ്റ് സീരീസിന് മുന്നേ ചെയ്തിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. ടെസ്റ്റ് സീരീസിൽ വീണ്ടും ഒരു 2000-ഓളം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടെസ്റ്റ് സീരീസിൽ ചെയ്യും. അതിനുശേഷമായിരിക്കണം നിങ്ങൾ പ്രിലിംസ് എക്സാമിന് പോകുന്നതായിട്ടുള്ളത്. പല ആൾക്കാർക്കുള്ള പേടിയാണ് പ്രിലിംസിന് മുന്നേ എനിക്ക് ചോദ്യങ്ങൾ കിട്ടുന്നില്ല, പ്രിലിംസിന് മുന്നേ എനിക്ക് കോൺഫിഡൻസ് കുറവ്. ഈ കോൺഫിഡൻസ് കുറവിന് കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രാക്ടീസിലുള്ള കുറവാണ്. നിങ്ങൾ പഠിക്കുന്ന ദിവസം മുതൽ ഡേ 1 മുതൽ തന്നെ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് റിവൈസ് ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഒരു 6000 ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പ്രിലിംസിന് പോകുന്നതെന്ന് പറഞ്ഞാൽ പ്രിലിംസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പരീക്ഷയെ പോലെ ആയിരിക്കില്ല. ഇതുവരെ പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ കുറച്ച് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം, അപ്രോച്ച് ചെയ്യണം, ശരിയായിട്ടുള്ള ഉത്തരം കിട്ടും, നിങ്ങൾ സുഖസുന്ദരമായിട്ട് എക്സാം ഹാളിൽ നിന്ന് കടന്നു വരും. ഇത് ജനറൽ സ്റ്റഡീസിനെ കുറിച്ച് പറഞ്ഞാണ്. ഇതേപോലെ തന്നെയാണ് CSATന്റെ കേസും വരുന്നതായിട്ടുള്ളത്. CSATന്റെ കേസിലായാലും നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതും നിങ്ങൾ അവസാനത്തേക്ക് മാറ്റി വെക്കരുത്. മെല്ലെ ഡെയിലി ഒരു 5 ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഡെയിലി ഒരു വീക്കിലി ഒരു 10 ചോദ്യങ്ങളോ എന്നുള്ള രീതിയിലെങ്കിലും തുടക്കത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. അവസാന നിമിഷത്തേക്ക് മാറ്റി വെക്കുമ്പോഴാണ് നമുക്ക് ടെൻഷൻ വരുന്നത്, CSATന്റെ മേലെ കോൺഫിഡൻസ് പോകുന്നത്. ഓർത്തു വെക്കേണ്ട കാര്യം, നമ്മളുടെ ലക്ഷ്യം പ്രിലിംസ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന ദിവസം മുതൽ ഡേ 1 മുതൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം, അതിനുവേണ്ടി റിവൈസ് ചെയ്യണം, അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യണം. ഓർത്തു വെക്കേണ്ട കാര്യം, പ്രിലിംസിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് CSATൻ്റെതായിക്കോട്ടെ ജനറൽ സ്റ്റഡീസിൻ്റെതായിക്കോട്ടെ അതും ഈ ഒരു പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അത് പഠിച്ച ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാവാം, റാൻഡം ആയിട്ട് എടുക്കുന്ന ചോദ്യങ്ങളാവാം, നിങ്ങളുടെ പ്രാക്ടീസിന്റെ ഭാഗമാണ്. അപ്പോൾ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആകെ ചെയ്യേണ്ട 3 കാര്യങ്ങൾ: നന്നായിട്ട് പഠിക്കുക, അത് കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക, പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു 6000 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ടാണ് നിങ്ങൾ പ്രിലിംസിന്റെ എക്സാം ഹാളിലേക്ക് കടക്കുന്നതെങ്കിൽ പ്രിലിംസ് ഒരിക്കലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കുകയില്ല എന്ന് ഓർത്തു വെക്കേണ്ടതാണ്. അപ്പൊ പ്രിലിംസ് എങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടി. ഇതേ സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ മെയിൻസ് എക്സാമിലേക്കും എടുക്കേണ്ടതായിട്ടുള്ളത്. മെയിൻസ് എക്സാം എന്ന് പറയുമ്പോൾ ഇവിടെ ഡിമാൻഡ് കുറച്ചൊരു വ്യത്യാസമായി. ഇവിടെ ആക്ച്വലി നമ്മൾ പഠിക്കുക, റിവൈസ് ചെയ്യുക എന്നതിലുപരിയായിട്ട് ഇവിടെ നമുക്കൊരു അനാലിസിസ് പവർ വേണം. കാരണം ചോദ്യത്തിലെ നമ്മളോട് അനലൈസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ചോദ്യത്തെ നമ്മൾ കീറി മുറിച്ച് പരിശോധിക്കാനുള്ള രീതിയിലാണ് ചോദ്യം ഉണ്ടാവുക. കൂടാതെ ഇത് സബ്ജക്റ്റീവ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സബ്ജക്റ്റീവ് ആയതുകൊണ്ട് തന്നെ എഴുതുക എന്ന് പറയുന്ന അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത്
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ചോദ്യം മെയിൻസിൽ നമ്മൾ പഠിച്ചു, അത് ഓർമ്മിച്ചു വെച്ചു എന്നുള്ളതല്ല, ആ പഠിച്ച കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിനെ സബ്ജക്റ്റീവ് ആയതുകൊണ്ട് തന്നെ എഴുതാനും വേണ്ടിയിട്ടുള്ള എബിലിറ്റി നമുക്ക് വേണ്ടതായിട്ടുണ്ട്. മെയിൻസിൽ നമുക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ ഉണ്ട്, അതുപോലെ തന്നെ എസ്സേ ഉണ്ട്, അതുപോലെ തന്നെ മാൻഡേറ്ററി ആയിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്കറിയാം ഓപ്ഷണൽ പേപ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഈ പേപ്പറുകളെല്ലാം തന്നെ നമ്മൾ സബ്ജക്റ്റീവ് ആയതുകൊണ്ട് തന്നെ പഠിക്കുക, റിവൈസ് ചെയ്യുക, അനാലിസിസ് പവർ ഡെവലപ്പ് ചെയ്യുക, സബ്ജക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ക്ലിയർ കട്ടായിട്ട് വ്യക്തമായിട്ട് എഴുതുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇതിനെയാണ് നമ്മൾ ആൻസർ റൈറ്റിംഗ് എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ മെയിൻസിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മെയിൻസിന് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ആൻസർ റൈറ്റിംഗ് നിങ്ങളുടെ ഭാഗമായിട്ട്. നമ്മൾ നേരത്തെ പ്രിലിംസിന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്തതുപോലെ നിങ്ങൾ ആൻസർ റൈറ്റിംഗ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആൻസർ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് എങ്ങനെയാണ് ശരിയായിട്ടുള്ള ഉത്തരം, കാരണം നിങ്ങൾ ആ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ ചോദ്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള, ആ ചോദ്യത്തിലെ കീവേഡ് അനുസരിച്ചുകൊണ്ടുള്ള, ആ ചോദ്യത്തിലെ എക്സാമിനർ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ആൻസർ എഴുതുക എന്നുള്ളതാണ് ആൻസർ റൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എസ്സേ ആവുമ്പോൾ ഇത്തരത്തിൽ 1200 വാക്കുകളുള്ള ഒരു വലിയ പ്രബന്ധം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. മിനിമം നിങ്ങളൊരു 100 ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ജനറൽ സ്റ്റഡീസിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മിനിമം ഒരു 100 ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ ആൻസേഴ്സ് എഴുതേണ്ടതായിട്ടുണ്ട്. മിനിമം 100 ചോദ്യങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട്. മെയിൻസ് എക്സാമിന് മുന്നേറ്റ് പോകുന്നതിന് 100 ചോദ്യങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട് മെയിൻസിന്റെ ടെസ്റ്റ് സീരീസിന് അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ. രണ്ടാമത്തെ കാര്യം, ഒരു മിനിമം 10 എസ്സേസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? എസ്സേയുടെ ടെസ്റ്റ് സീരീസിന് മുന്നേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇൻ കേസ് ഓപ്ഷണൽ പേപ്പേഴ്സ് ആയിക്കോട്ടെ, ഓപ്ഷണൽ പേപ്പേഴ്സിന്റെ കേസിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും, ഓപ്ഷണലിൽ നിങ്ങളുടെ ഓപ്ഷനിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. അതായത് ഓപ്ഷണലിന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. മാൻഡേറ്ററി പേപ്പേഴ്സ് ആണെങ്കിൽ നിങ്ങളൊരു ലാസ്റ്റ് 2 ഇയേഴ്സുള്ള മാൻഡേറ്ററി പേപ്പേഴ്സ് നിങ്ങൾ പ്രിലിംസ് മെയിൻസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ട്? മാൻഡേറ്ററി പേപ്പേഴ്സിൽ ഒരു ലാസ്റ്റ് 2 വർഷത്തെ പേപ്പേഴ്സ് എങ്കിലും സ്വന്തമായിട്ട് ഇരുന്ന് എഴുതി ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ മെയിൻസിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മഹാസംഭവങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക, അനാലിസിസ് ചെയ്യുക, സബ്ജക്റ്റീവ് ആയിട്ട് എഴുതാൻ വേണ്ടി പഠിക്കുക. അതായത് എഴുതി ഫലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് അക്വയർ ചെയ്യുക. ആ കഴിവ് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ വരുന്നതല്ല, ആൻസർ റൈറ്റിംഗിലൂടെ നമ്മൾ അക്വയർ ചെയ്യേണ്ടതായിട്ടാണ്. അപ്പോൾ ആൻസർ റൈറ്റിംഗിലൂടെ മിനിമം ഒരു 100 ചോദ്യങ്ങളെങ്കിലും ടെസ്റ്റ് സീരീസിന്, മെയിൻസിന്റെ ടെസ്റ്റ് സീരീസ് പോകുന്നതിന് മുന്നേ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. മിനിമം ഒരു 10 എസ്സേസ് എങ്കിലും എഴുതിയിട്ടുണ്ടാവണം. ഓപ്ഷണലിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ മാൻഡേറ്ററി പേപ്പേഴ്സ് ഒരു കുറഞ്ഞത് 2 വർഷത്തേതെങ്കിലും നിങ്ങൾ എഴുതിയിട്ട് വെച്ചിട്ടുണ്ടാവണം. അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ മെയിൻസ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാലഞ്ചിങ് പാർട്ടേ അല്ല. അതായത് ആൻസർ റൈറ്റിംഗ് നിങ്ങൾക്ക് വളരെ കേക്ക് വോക്ക് ആയിരിക്കും, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു കാര്യം മാത്രമാണ്. അപ്പോൾ മെയിൻസും നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അടുത്തതാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ എന്ന് പറയുന്ന സ്റ്റേജ്. അപ്പോൾ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ UPSC ആക്ച്വലി നോക്കുന്നത് എന്താ? നിങ്ങൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, നിങ്ങൾക്കുള്ള അറിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ പേഴ്സണാലിറ്റി ടെസ്റ്റിന് മുന്നേ പോകുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഒപ്പീനിയൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തലാണ്. അതായത് ഒരു വിഷയം തന്നു കഴിഞ്ഞാൽ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അഭിപ്രായം എന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റണം. അപ്പൊ ആദ്യം അഭിപ്രായം വേണം. അപ്പൊ അഭിപ്രായം വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല അനാലിസിസ് പവർ വേണം. ഒരു വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് തന്നു കഴിഞ്ഞാൽ ആ വിഷയത്തെ അതിന്റെ നല്ല വശങ്ങളും അതിന്റെ മോശം വശങ്ങളും കണ്ടെത്തിയിട്ട് അതിന്റെ മേലെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി മെയിൻസിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ അതേപോലെ തന്നെ മെയിൻസിന് നിങ്ങൾ അനാലിസിസ് ചെയ്തതുപോലെ തന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റിലും നിങ്ങൾക്ക് അനാലിസിസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ അനാലിസിസ് ചെയ്താൽ മാത്രം പോരാ, മെയിൻസിൽ നമ്മളത് എഴുതി ഫലിപ്പിക്കാൻ പഠിച്ചുവെങ്കിൽ ഇവിടെ നമ്മളത് പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഉള്ള അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾക്ക് വേർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. വേർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാൾക്കാരോട് അല്ലെങ്കിൽ ഒരാളോട് നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി പറ്റണം. അതിനെന്താ ചെയ്യുക? നമ്മൾ പറഞ്ഞു പഠിക്കണം. നമ്മൾ എഴുതി പഠിച്ചു, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെങ്കിൽ ഇനി നിങ്ങൾ പറഞ്ഞു പഠിക്കണം. ഇത് നിങ്ങൾ പറഞ്ഞു പഠിക്കുക പറഞ്ഞാൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ ആൾക്കാരോട് ഡിസ്കസ് ചെയ്യണം,
അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസിലുള്ള എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ പറയും. അത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങളെ കറക്റ്റ് ചെയ്യണം, നിങ്ങൾ ഫീഡ്ബാക്ക് എടുക്കണം, ഇമ്പ്രൂവ് ചെയ്യണം. അതായത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആൾക്കാരോട് പറയുകയും അവരിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയുന്നതും വ്യക്തമായി പറയുന്നത് അതിനെ മോഡിഫൈ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൾക്കാരോട് അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇന്റർവ്യൂ ബോർഡിനോട് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഇന്റർവ്യൂ ബോർഡ് ചോദിക്കുന്ന ചോദ്യങ്ങളെ വളരെ വ്യക്തമായിട്ട് സ്ഫുടമായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് കിട്ടും. ഇന്റർവ്യൂവിൽ നല്ല മാർക്ക് കിട്ടി കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ നല്ല മാർക്ക് കിട്ടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ വരും. അപ്പൊ ആക്ച്വലി നമ്മൾ പ്രിലിംസ് നോക്കിക്കോട്ടെ, മെയിൻസ് നോക്കിക്കോട്ടെ, ഈവൻ പേഴ്സണാലിറ്റി ടെസ്റ്റ് നോക്കിക്കോട്ടെ, നമ്മൾ മഹത്തരമായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊന്നും ചെയ്യാനില്ല. പ്രിലിംസിനാകുമ്പോൾ പഠിക്കണം, റിവൈസ് ചെയ്യണം, പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. മെയിൻസിനാകുമ്പോൾ പഠിക്കണം, റിവൈസ് ചെയ്യണം, അനാലിസിസ് ചെയ്യാൻ പഠിക്കണം, അതുപോലെ തന്നെ മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അതേസമയത്ത് പേഴ്സണാലിറ്റി ടെസ്റ്റിലാണെങ്കിൽ പഠിക്കണം, റിവൈസ് ചെയ്യണം, അനാലിസിസ് പവർ വേണം, വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കണം, കോൺഫിഡന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. ഈ 3 കാര്യങ്ങളും നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സുഖസുന്ദരമായിട്ട് UPSC സിവിൽ സർവീസ് എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്തു പോകും. ആൾക്കാർക്ക് സംഭവിക്കുന്നത് എന്താ? ആൾക്കാർ ആദ്യം പ്രിലിംസ് എക്സാമിന്റെ മേലെ ഫോക്കസ് ചെയ്യും. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം പ്രിലിംസ് ക്ലിയർ ചെയ്യും, പക്ഷെ മെയിൻസിന്റെ മേലെ ഫോക്കസ് ചെയ്തിട്ടില്ല, ആൻസർ റൈറ്റിംഗ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ മെയിൻസിൽ ഫെയിൽ ആവും. അടുത്ത വർഷം മെയിൻസിൽ ഫോക്കസ് ചെയ്യും, അപ്പോൾ മെയിൻസ് ക്ലിയർ ആവും. ഇന്റർവ്യൂവിൽ ഫോക്കസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല, അവസാനത്തെ 3 മാസം കൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അപ്പോൾ മെയിൻസിൽ ഫെയിൽ ആവും. അപ്പൊ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന ഡേ 1 മുതൽ നിങ്ങൾ പ്രിലിംസിനും പ്രിപ്പയർ ചെയ്യണം, നിങ്ങൾ മെയിൻസിനും പ്രിപ്പയർ ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങൾ പേഴ്സണാലിറ്റി ടെസ്റ്റിനും പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഡേ 1 മുതൽ നിങ്ങൾ പ്രിലിംസിന് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്, മെയിൻസിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആൻസർ റൈറ്റിംഗ് ചെയ്യുന്നുണ്ട്, പേഴ്സണാലിറ്റി ടെസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റീസ് അല്ലെങ്കിൽ വെർബൽ എബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുറേ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഒരു ഡേ 200 ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ പ്രിലിംസ് പ്രിപ്പറേഷനിൽ ഒരുപാട് മുന്നോട്ട് എത്തിയിട്ടുണ്ടാവും, മെയിൻസ് പ്രിപ്പറേഷനിൽ ഒരുപാട് മുന്നോട്ട് എത്തിയിട്ടുണ്ടാവും, പേഴ്സണാലിറ്റി ടെസ്റ്റിൽ ഒരുപാട് മുന്നോട്ട് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ UPSC സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി എങ്ങനെയാണ് ഈ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ചോദ്യം ഉണ്ടാവുക. അതാണല്ലോ നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പൊ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമാണ്. UPSCയുടെ സിലബസിന് അല്ലെങ്കിൽ UPSCക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യത്തെ നമ്മൾ ഒറ്റ ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പഠിച്ച് തീരാൻ വേണ്ടി പോകുന്നില്ല. അപ്പൊ അതിനെന്ത് ചെയ്യുക? ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റുക, അല്ലെങ്കിൽ അതിനെ ചെറിയ ചെറിയ ടാർജറ്റുകളാക്കി മാറ്റുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ ടാർജറ്റ്. അപ്പോൾ ഏകദേശം UPSC സിവിൽ സർവീസ് എക്സാമിന്റെ ജനറൽ സ്റ്റഡീസും പ്രിലിംസിന്റെയും ഒക്കെ കണ്ടന്റ് പഠിക്കാൻ വേണ്ടിയിട്ട് മിനിമം ഒരു 300 ഡേയ്സ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങൾക്ക് ഇനി എത്ര ദിവസങ്ങൾ പഠിക്കാൻ ബാക്കിയുണ്ട് എന്നുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ 300 ഡേയ്സ്, അതായത് 10 മന്ത് ടൈമാണ് ഞാനിവിടെ പഠിക്കാനുള്ളതെന്ന് ഇരിക്കുന്നു. അപ്പൊ മൊത്തം സിലബസിനെ നമുക്ക് 300 ദിവസത്തേക്ക് ഡിവൈഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഡേ 1 കുറച്ച് കണ്ടന്റ് പഠിക്കാനുണ്ടാവും, ഡേ 2 കുറച്ച് കണ്ടന്റ് പഠിക്കാനുണ്ടാവും, ഡേ 3 കുറച്ച് കണ്ടന്റ് പഠിക്കാനുണ്ടാവും. അപ്പൊ ഈ ഒരു 300 ഡേയ്സ് എന്ന് പറയുന്ന ഡിവിഷനിൽ ആക്ച്വലി ഞാൻ എടുത്തിരിക്കുന്നത് 6 ദിവസം പഠിക്കുന്നതിന് വേണ്ടിയിട്ടും 1 ദിവസം റിവിഷൻ. അതായത് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഒരു 260 ദിവസം പഠിക്കാനും 40 ദിവസം റിവിഷൻ മാത്രമായിട്ട് ഇതിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4 എന്നിങ്ങനെ ചെറിയ ചെറിയ ടാർജറ്റുകളാക്കി തിരിക്കുക. നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഡേ 1 നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ള പോർഷൻ, അതായത് സിലബസിലെ ഡേ 1 നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ള പോർഷൻ അത് നന്നായിട്ട് പഠിക്കുക, അത് നന്നായിട്ട് റിവൈസ് ചെയ്യുക, അതിൻ പ്രകാരമുള്ള പ്രിലിംസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിൻ പ്രകാരമുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അതിൻ പ്രകാരമുള്ള ആൻസർ റൈറ്റിംഗ് ചെയ്യുക, അതിൻ പ്രകാരമുള്ള ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റിന് ചോദിക്കാൻ സാധ്യതയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങുക എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ആ ഇന്റഗ്രേഷൻ സ്ട്രാറ്റജി, ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി നമ്മൾ ഡേ 1 മുതൽ തുടങ്ങുക എന്നുള്ളതാണ്. അപ്പൊ ഡേ 1 തന്നെ നിങ്ങൾ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഡേ 1 കഴിഞ്ഞു, ഡേ 2 കഴിഞ്ഞു, ഡേ 3 കഴിഞ്ഞു നിങ്ങൾ പോകുമ്പോൾ ഒരു 300 ഡേയ്സ് ആകുമ്പോഴത്തേക്കും നിങ്ങൾ UPSC സിവിൽ സർവീസ് എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട് ഫുള്ളി ക്വാളിഫൈഡ് ആയിരിക്കും. അതായത് പ്രിലിംസിലും നിങ്ങൾ
പ്രിപ്പയർഡ് ആയി നല്ല തറോ ആയിട്ടുണ്ടാവും, ആൻസർ റൈറ്റിംഗിലും നിങ്ങൾ നല്ല തറോ ആയിട്ടുണ്ടാവും, പേഴ്സണാലിറ്റി ടെസ്റ്റിലും നിങ്ങൾ തറോ ആയി നിൽക്കുന്നുണ്ടാവും. പിന്നെ UPSC സിവിൽ സർവീസ് എക്സാം നിങ്ങൾ പരാജയപ്പെടുന്നതിന് വേറെ നമുക്ക് കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് നിങ്ങൾ സിവിൽ സർവീസ് എക്സാം വിജയിക്കാൻ ഫുള്ളി ക്വാളിഫൈഡ് ആയി നിൽക്കുകയാണ്. അപ്പോൾ പിന്നെന്താ ഇത് ഇത്ര സിമ്പിൾ ആണെങ്കിൽ ആൾക്കാർക്ക് എന്താ ഇതൊന്നും പറ്റാത്തതെന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. ഇതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രാറ്റജി എല്ലാവർക്കും നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുത്താലും അത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ്. കാരണം ഡേ 1 എന്ന് പറയുമ്പോൾ ഡേ 1 നിങ്ങൾ എന്ത് ചെയ്യണം? പ്രിലിംസിന് പഠിക്കണം, അത് റിവൈസ് ചെയ്യണം, അതിൻ്റെത് MCQs ചെയ്യണം. അതേപോലെ തന്നെ മെയിൻസിൻ്റെതായിട്ടും നിങ്ങൾ പഠിക്കണം, റിവൈസ് ചെയ്യണം, അതിൻ്റെ വേണമെങ്കിൽ ആൻസർ റൈറ്റിംഗ് എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല. ഞാൻ 100 ക്വസ്റ്റ്യൻസ് ആണ്, അപ്പോൾ വീക്കിലി ഒരു 2 ചോദ്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഒരു വീക്കിലി 2 ആൻസർ റൈറ്റിംഗ് ചെയ്താൽ മതി. അതേ സമയത്ത് പേഴ്സണാലിറ്റി ടെസ്റ്റിന് വേണ്ടിയിട്ട് അനാലിസിസ് ചെയ്യാൻ വേണ്ടി പഠിക്കണം, അഭിപ്രായങ്ങൾ ഒപ്പീനിയൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വരണം. പക്ഷേ ഡേ 1 നിങ്ങൾ പ്രിപ്പയർ ചെയ്തു, ഡേ 2 കഴിഞ്ഞു, ഡേ 3 കഴിഞ്ഞു, മെല്ലെ മെല്ലെ ആൾക്കാരുടെ ആ ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെടാൻ വേണ്ടി തുടങ്ങും, ആൾക്കാരുടെ ആ ഒരു ഫോക്കസ് നഷ്ടപ്പെടാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫോക്കസ് നഷ്ടപ്പെടുമ്പോൾ ആൾക്കാരെന്താവും ഈ സ്ട്രാറ്റജി വർക്ക് ആവുന്നില്ല അല്ലെങ്കിൽ ഇത് ശരിയാവുന്നില്ല എന്നുള്ള രീതിയിൽ മറ്റ് വഴികളിലേക്ക് തേടി പോകാൻ വേണ്ടി തുടങ്ങും. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും ദൂരേക്ക് മാറിപ്പോകും. ഇതാണ് UPSC സിവിൽ സർവീസ് ആസ്പിരൻസിന് സംഭവിക്കുന്ന കാര്യം. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ UPSC സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയ മഹത്തരമായിട്ടുള്ള സ്ട്രാറ്റജീസ് ഒന്നുമില്ല. ജസ്റ്റ് സിലബസ് പ്രകാരമുള്ള കാര്യങ്ങൾ പഠിക്കുക, അത് പ്രകാരമുള്ള കണ്ടന്റ് നന്നായിട്ട് റിവൈസ് ചെയ്ത് ഓർത്തു വെക്കുക, നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവണം. മൂന്നാമത്തത് അത് പ്രാക്ടീസ് ചെയ്യുക. അത് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുക, മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുക, പേഴ്സണാലിറ്റി ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുക. നമ്മളുടെ പ്രാക്ടീസ് നന്നാണെങ്കിൽ, നന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി യു വിൽ ബി ഇൻ ദ റാങ്ക് ലിസ്റ്റ്. ഇത് മാത്രമാണ് സിവിൽ സർവീസ് എക്സാമിന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഡേ 1, ഡേ 2, ഡേ 3 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക പഠനത്തിന്, അതിനെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യണം. ഞാൻ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കരുത്. നിങ്ങൾ ഓരോ ദിവസവും കൃത്യമായിട്ട് പോകുന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി ഓൺ ദ 300th day you will be fully eligible അല്ലെങ്കിൽ fully qualified for clearing UPSC സിവിൽ സർവീസ് എക്സാം. അതിന്റെ മേലെ യാതൊരു ഡൗട്ടും വേണ്ടത് ആവശ്യമില്ല. നിങ്ങൾ വേറെ സോഴ്സുകളൊന്നും നോക്കണ്ട, നിങ്ങൾ ജസ്റ്റ് സ്റ്റാൻഡേർഡ് ബുക്കുകൾ, ഓരോ സബ്ജക്റ്റിനും ഓരോ സ്റ്റാൻഡേർഡ് ബുക്കുകൾ എടുക്കുക. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇന്ത്യൻ പൊളിറ്റിക് ആണെങ്കിൽ ലക്ഷ്മികാന്ത്, അല്ലെങ്കിൽ എക്കണോമിക് ആണെങ്കിൽ രമേശ് സിംഗ്, ജോഗ്രഫിക്ക് ആണെങ്കിൽ NCERTs, എൻവിയോൺമെന്റിനാണ് ശങ്കർ IASന്റെ ബുക്ക്. അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ബുക്കുകൾ എടുക്കുക, പ്ലസ് NCERT എടുക്കുക. ഈ 2 കാര്യങ്ങളെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അത് പഠിക്കുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ഇത്ര മാത്രം നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ 300 days കണ്ടിന്യൂസ് ആയിട്ട് വേറെ ഒന്നിലേക്കും ഡീവിയേറ്റ് ചെയ്യാതെ 300 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി യു വിൽ ബി സക്സസ്ഫുൾ. അപ്പോൾ ഇത് മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്, ഇത് മാത്രമാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾ UPSC സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഫോളോ ചെയ്യണം. ആദ്യം പ്രിലിംസ്, പിന്നെ മെയിൻസ്, അതിനുശേഷം ഇന്റർവ്യൂ എന്ന രീതിയിലല്ല. ഡേ 1 മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രിലിംസിനും മെയിൻസിനും അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതിനുശേഷം ഓർത്തു വെക്കുക, ഈ ഒരു ടാർഗറ്റുകളെ ചെറിയ ടാർഗറ്റുകളാക്കി മാറ്റിയിട്ട് വലിയൊരു ടാർഗറ്റിനെ, വലിയൊരു ലക്ഷ്യത്തെ ചെറിയ ടാർഗറ്റുകളാക്കി അതിനെ റിലീജിയസ്ലി ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ചെറിയ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വലിയ ഇമ്പാക്റ്റുകൾ കാണില്ല, പക്ഷെ ഓവർ ദ പീരീഡ് ഓഫ് ടൈം നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജിയുമായിട്ട് ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇൻ കേസ് ഇത്തരത്തിലുള്ള സ്ട്രാറ്റജി ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് റിവിഷൻ ചെയ്യേണ്ടതെന്നോ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേണേഴ്സിന്റെ 1-to-1 മെന്റർഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. 1-to-1 മെന്റർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ 1-to-1 മെന്റർഷിപ്പ് എന്നോട് തന്നെ ഇതേപോലെ 1-to-1 ആയിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് 1-to-1 മെന്റർഷിപ്പിന്റെ പ്രത്യേകതയായിട്ടുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും ഒരു ഫോം ഉണ്ടാവും. ആ ഫോം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ലേണേഴ്സിന്റെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് സ്ലോട്ട് ബുക്ക് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഒരു ദിവസം ഒരു നിശ്ചിത സ്ലോട്ടിൽ നമ്മൾ 2 പേര് മാത്രം ഇരുന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്താണ് നിങ്ങളുടെ സ്ട്രാറ്റജി, എങ്ങനെ ഫോം ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച്. അപ്പോൾ ഈ ഒരു
ഫെസിലിറ്റി ആവശ്യമെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. സ്ട്രാറ്റജീന് പിറകിൽ ഇനി പോകേണ്ട ആവശ്യമൊന്നുമില്ല. സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, റിവിഷൻ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ സ്ട്രാറ്റജി ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അത് നിങ്ങൾക്ക് ഡെയിലി ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഡെയിലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു എക്സാം വിജയിച്ചിരിക്കും. അത് ഗ്യാരണ്ടീഡ് ആണ്.